മേജർ രവി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ മേജർ രവി, വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു വാർത്തയാണ്. മോഹൻലാലിന്റെ അമ്മ ശാന്തകുമാരി അമ്മ അന്തരിച്ചിരിക്കുന്നുവെന്ന് എങ്ങനെ പ്രതികരിക്കുന്നു ഈ ഘട്ടത്തിൽ? ഇതിനെ പ്രതികരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വളരെ വളരെ വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ്. കാരണം ലാല് അമ്മയായിട്ടുള്ള ബന്ധം എന്തായിരുന്നു എന്ന് വളരെ ക്ലോസ് ആയിട്ട് അറിയുന്ന ഒരു വ്യക്തിയാണ്. പലപ്പോഴും പല കാര്യങ്ങളും ഇപ്പം അമ്മ അങ്ങനെ കിടന്നിരുന്ന സമയത്ത് പോലും പല സമയത്ത് ആത്മകഥകം പോലെ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് അമ്മ ഇങ്ങനെ കിടക്കല്ലേ, വിഷമിക്കുന്നുണ്ടാവില്ലേ, പറയാനും പറ്റുന്നില്ല. അപ്പൊ ഞാൻ അവിടെ കണ്ടിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ലാലിന്റെ മനസ്സിനകത്തുള്ളൊരു ഒരു വേദന എന്ന് പറയുന്നത്, ലാലിന് അമ്മയും അമ്മയ്ക്ക് ലാലും മാത്രമേ ഉണ്ടായിരുന്നു. ഇനി ജീവിതത്തിൽ ലാലിന് രക്തബന്ധം എന്ന് പറയാനുള്ളത് ആരുമില്ല. അതിൻ്റെ ഒരു മിസ്സിങ് വളരെയധികം ഓഫ് ലേറ്റ് ഇപ്പൊ കുറച്ച് കാലമായിട്ട് കഴിഞ്ഞ ബർത്ത്ഡേ കഴിഞ്ഞതിന് ശേഷം അമ്മ നമ്മുടെ സിറ്റുവേഷൻസ് ഒരു ഡിറ്റോറിയേറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പലപ്പോഴും ആ പറയുന്ന വാക്കുകളിൽ നിന്ന് എനിക്കൊന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് ഇതാണ്: ലാൽ ഈസ് ഗോയിങ് ടു മിസ് ഹർ എ ലോട്ട്. കാരണം ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയോ എന്നുള്ളൊരു തോന്നല് ലാലിന് വരാൻ പോവാണ്. അത് ഉണ്ട്, ആ ഒരു ഫീലിംഗ് ഉണ്ട്. അദ്ദേഹത്തിന്റെ സങ്കടം നമുക്ക് ആർക്കും ഇനിയിപ്പോൾ അതിന് പറഞ്ഞ് നമ്മൾ എങ്ങനെ സമാധാനിപ്പിച്ചു കഴിഞ്ഞാലും ശരി, അത് എവിടെ എത്തില്ല. അങ്ങനെയായിരുന്നു ആ അമ്മയും മകനും തമ്മിലുള്ള ഒരു ആത്മബന്ധവും. അത് കഴിഞ്ഞൊരു 15 വർഷമായിട്ട് നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെ കിടക്കുകയാണെങ്കിൽ ശരി, ലാലിന്റെ ആ കെയറിങ്ങും എന്ത് തന്നെ നോക്കിക്കഴിഞ്ഞാലും ഇപ്പൊ ഓഫ് ലൈറ്റ് എനിക്ക് അതാണ് തോന്നിയത്. അയ്യോ, എൻ്റെ അമ്മ എന്നെ വിട്ട് പോയി കഴിഞ്ഞാൽ എനിക്ക് ജീവിതത്തിൽ ആര് എന്നുള്ളൊരു തോന്നല് ലാലിനുള്ള പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ബിക്കോസ് അത് സുച്ചിക്ക് നല്ലപോലെ അറിയാതെ ലാലേട്ടന് ഇങ്ങനെ ഫീലിംഗ് ഉണ്ടെന്നുള്ളത്. അപ്പൊ നമ്മളൊക്കെ വിചാരിക്കും, ദൈവമേ, അതൊരു ഫാക്ട് അല്ലേ ഇത്, ശരിക്കും തനിച്ചായി പോകുന്ന ഒരു ഫീൽ. രക്തബന്ധം എല്ലാം കഴിഞ്ഞു, ബ്രദറില്ല, അമ്മയില്ല, അച്ഛനുമില്ല. അത് നമുക്ക് എല്ലാവരും കൂടെ നഷ്ടപ്പെടുമ്പോഴാണ് ജീവിതത്തിൽ മനസ്സിലാക്കാൻ സാധിച്ചത്. ഇതിനെക്കുറിച്ച് നമ്മളെല്ലാവരും മിസ് ചെയ്യുന്ന ഒരു അമ്മയാണ്. അങ്ങനെ ചിരിച്ച് കളിച്ച് തമാശയും പറഞ്ഞിരുന്ന ഒരു അമ്മയെ കണ്ടിട്ടുള്ള വ്യക്തിയാണ്. തുടക്കം മുതൽക്ക് 33 വർഷമായിട്ട് ഇത് കണ്ട ആ തുടക്കം മുതൽക്കുള്ള അമ്മേനെയും അതിനുശേഷം അമ്മ കിടന്നിട്ടും എനിക്ക് അവസാനമായിട്ടൊരു 1.5 മാസം മുന്നേ ഒരു പ്രാവശ്യം പെട്ടെന്ന് ഞാനവിടെ പോയ സമയത്ത് അമ്മ ഒന്നും വയ്യാതെ കിടക്കുകയായിരുന്നു. എങ്കിലും മോന്റെ കാര്യം പറഞ്ഞിട്ട് ഞങ്ങൾ ഡൽഹി പോയിട്ടുള്ള ഫോട്ടോസൊക്കെ എടുത്ത് കാണിച്ചപ്പം അമ്മ ഒരു കണ്ണ് തുറന്ന്, അതിനുശേഷം പിന്നെ 2 കണ്ണും തുറന്ന് കൈയൊക്കെ പൊക്കി, കൈ പൊക്കിയിട്ട് തലയ്ക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ദൈവമേ ദൈവമേ വളരെ സന്തോഷത്തിന്റെ ഒരു പ്രതികരണമായിരുന്നു. അതെനിക്ക് കാണാൻ സാധിച്ചു. അപ്പൊ അവിടെയുള്ള ആൾക്കാരെല്ലാം വിളിച്ച് പറഞ്ഞു, ഇന്ന് രവി സാർ വന്നപ്പോൾ വളരെ ആക്റ്റീവായിരുന്നു. അങ്ങനെ അന്ന് തന്നെ ലാല് പോയിട്ട് കാണുകയും ചെയ്തിരുന്നു. അമ്മ വളരെയധികം ആക്റ്റീവായി പോയിരുന്നു. അതിനുശേഷം പിന്നെ ഇങ്ങനെ ഡിറ്റോറിയേഷൻ ഉണ്ടായിരുന്നു. സോ എനിവേ ഞാനിപ്പോൾ അങ്ങോട്ട് വീട്ടിലേക്ക് പോകണം. ഐ ഡോണ്ട് നോ ലാലിനോട് എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുമില്ല, ഒന്നും പറയാനില്ല. ബിക്കോസ് നമുക്കെല്ലാം ഇത് ഫേസ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ടും പിന്നെ അമ്മ എന്താണ് അതിന് പറയുന്നില്ല, അങ്ങനെയുള്ളൊരു ബന്ധമായിരുന്നു. ലാലിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ മാത്രമാണ് എനിക്ക് അതേപോലെ തന്നെ സുചി അത്രയും അറ്റാച്ച് ആയിരുന്നു അമ്മയായിട്ട്. ഇങ്ങനൊരു അദ്ദേഹം കൂടെ ഉണ്ടായിരുന്നോ ഈ സമയത്ത്? ഉണ്ട്. ഒന്ന് ലാലുണ്ടായിരുന്നു. ഞാനിപ്പോ അങ്ങോട്ട് നമുക്കരികെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ കൺഫർമേഷൻ ആയതിനു ശേഷം ആയിരുന്നു ലാല് ഓഫ് ലൈറ്റ് ഇന്നലെ ഷൂട്ടിങ്ങിലായിരുന്നു. പക്ഷെ ഇന്ന് ഇങ്ങനെ ഡിറ്റോറിയേഷൻ ആണെന്നുള്ള അറിഞ്ഞ സ്ഥിതിക്ക് എല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ ആ ഒരു യാത്രയപ്പ് വളരെ സങ്കടകരമായിട്ടുള്ള ഒരു യാത്രയപ്പാണ്. തീർച്ചയായിട്ടും നമ്മൾ ഈ പ്രേക്ഷകർക്കും ഒരുപോലെ, അതായത് മോഹൻലാൽ എന്ന നടനെ പോലെ തന്നെ സുപരിചിതമായ മുഖമാണ് അദ്ദേഹത്തിന്റെ അമ്മയും. ആ ബന്ധം താങ്കൾ പറഞ്ഞ പോലെ തന്നെ ആ ബന്ധം എത്രത്തോളം ഊഷ്മളമായിരുന്നു, എത്രത്തോളം ഹൃദ്യമായിരുന്നു എന്നുള്ളത് നമ്മളും അറിഞ്ഞിട്ടുള്ളതാണ്. പ്രേക്ഷകരടക്കം മലയാളികൾക്കടക്കം എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം കൂടിയാണ്. ഈ ഘട്ടത്തിൽ അത്രയേറെ വേദനയിലൂടെയാണ് അദ്ദേഹം കടന്നു പോവുക എന്നും അറിയാം. താങ്കൾ കഴിഞ്ഞ പിറന്നാളിനും പോയിരുന്നല്ലേ അവിടെ? ഉണ്ടായിരുന്നു. അതന്നെ ആ സമയത്ത് നമ്മള് അവനെ ഞാൻ എയർപോർട്ടിൽ വെച്ച് കണ്ടപ്പം ഞാൻ പറഞ്ഞു, മോനെ ഇങ്ങനെ ബർത്ത്ഡേ ഉണ്ട്. അപ്പൊ അവരെല്ലാരും കൂടെ പേരൻസും കൂടെ വന്ന് അവരുടെ അമ്മയ്ക്ക് വേണ്ടി പാട്ട് പാടിക്കൊടുക്കലും അതെല്ലാം ശരിക്കും എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് ആ സമയത്തെല്ലാം നമുക്കറിയാം അമ്മ എൻജോയ് ചെയ്യുന്നുണ്ട്. പക്ഷെ കുറച്ചായപ്പോഴത്തേക്കും അമ്മയ്ക്ക് പിന്നെ നമുക്ക് തന്നെ അറിയാം ഷീ ഈസ് നോട്ട് റെസ്പോണ്ടിങ്. പക്ഷെ അന്ന് ഞാൻ ചുമ്മാ എൻ്റെ മൊബൈലിന് എടുത്തിട്ട് ആർമി ഹെഡ്ക്വാർട്ടേഴ്സ് പോയതും ചീഫിന്റെ കൂടെ നിൽക്കുന്ന ഫോട്ടോ ഒക്കെ എൻലാർജ് ചെയ്ത് കാണിച്ച സമയത്ത് പെട്ടെന്ന് മോനെ കുറിച്ച് എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അതിനകത്ത് അമ്മയ്ക്കൊരു എനർജി വേറെയാണ്. അതവിടെ നിൽക്കുന്ന ആളുകളും പറയും, ഇതാ രവി സാർ വന്നിട്ടുണ്ട് കേട്ടോ,
ലാസാറായിട്ട് ആർമി ഹെഡ് ക്വാർട്ടേഴ്സ് പോയിട്ടായിരുന്നു ആർമിയിലത്തത്. അപ്പോഴാണ് ഞാൻ ഫോട്ടോ എടുത്ത് കാണിക്കുന്ന സമയത്ത് മോനെ കുറിച്ചുള്ള എന്ത് കാണിച്ചു കൊടുക്കുന്ന സമയത്ത് മോൻ അവാർഡ് കിട്ടിയിട്ടില്ല. അപ്പൊ ഞാൻ ആ ആർമിയിൽ നിന്ന് കിട്ടിയിട്ടുള്ള അവാർഡിന്റെ കാര്യം ഇതെല്ലാം കാണിച്ചു, ഇങ്ങനെ എൻലാർജ് ചെയ്ത് കാണിച്ചു കൊടുക്കുന്ന സമയത്ത് അമ്മയ്ക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് കൈ ഇങ്ങനെ തലക്കി വെച്ചുകൊണ്ട് ദൈവമേ ദൈവം എന്നാണ് പണ്ടൊക്കെ പറഞ്ഞിരുന്നത്. ദൈവമേ ദൈവമേ എന്ന് പറയും. ഇപ്പം ലാസ്റ്റ് കണ്ടപ്പോൾ ആ പറച്ചിലൊന്നുമില്ല. ആ ഒരു മുകളിലും ഇതിലും സന്തോഷം അറിയിപ്പിച്ച് കണ്ണിനകത്ത് ആ ബ്രൈറ്റ്നെസ് കണ്ടതാണ്. കാരണം ലാലിന്റെ നമ്മൾ പലപ്പോഴും ആലോചിക്കും, ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, ലാലിന്റെ ആ നർമ്മം, ആ ഒരു ഇതൊക്കെ അമ്മയിൽ നിന്ന് കിട്ടിയിട്ടുള്ളതാണ്. ഇതൊക്കെ അമ്മയ്ക്ക് ഇതുപോലുള്ള വളരെ ശരഭമായ രീതിയിലുള്ള ഒരു അപ്രോച്ച് ഉണ്ട്. അതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വളരെ സീരിയസ് ആയിട്ടുള്ള ലുക്കായിരിക്കും, പക്ഷെ പറഞ്ഞിട്ട് ശരിക്കും വലിയൊരു തമാശയായിരിക്കും. ഇങ്ങനെയൊക്കെയായിരുന്നു അമ്മ. അത് ഈ ഒരു അമ്മയും മകനും കൂടെയുള്ള ബന്ധം നമുക്ക് ഒരു ഉദാഹരണമാണത്. തീർച്ചയായിട്ടും ഏതൊരു മക്കൾക്കും ഉദാഹരണം കാണിക്കാൻ ലാലും അമ്മയും തമ്മിലുള്ള ബന്ധം എന്നുള്ളത്. അത് എവിടുന്നും വിളിക്കുന്ന സമയത്തും, പണ്ടൊക്കെ അമ്മ വിളിക്കുന്ന സമയത്തും ലാലിന്റെ അമ്മ എന്നുള്ള ആ വിളിയൊക്കെ ഞാൻ പലപ്പോഴും കൂടെ ഉണ്ടായിരിക്കുന്ന സമയത്തൊക്കെ വിളിക്കുന്ന സമയത്ത് ഇനി ആ വിളിക്കാൻ അങ്ങനെ അമ്മ എന്ന് വിളിക്കാൻ ഇല്ലല്ലോ. അതാണ് എനിക്കിപ്പോ ലാലിനെ കുറിച്ചുള്ള ഒരു വിഷമം. തീർച്ചയായിട്ടും നമുക്കറിയാം, എനിക്ക് എന്റെ അമ്മ നഷ്ടപ്പെട്ടതിന് ശേഷം നമുക്കറിയാം എത്രമാത്രം ആ ഒരു മിസ്സിങ്. അപ്പൊ എനിക്ക് ലാല് അതിലും കൂടുതൽ അറ്റാച്ച് ആയിരുന്നു. ഞാനും അമ്മയ്ക്കായിട്ടുള്ള അറ്റാച്ച്മെന്റിനേക്കാൾ കൂടുതൽ അറ്റാച്ച് ആയിരുന്നു. കാരണം കുറെ കാലം മുമ്പ് തന്നെ ലാലിന്റെ ബ്രദർ മരിച്ചുപോയി, പിന്നെ അച്ഛനും മരിച്ചു പോയതിനു ശേഷം അമ്മയും മോനുമാണ് അവരുടെ ഒരു ലോകം എന്ന് പറയുന്നത്. ഇത്രയും തിരക്കിനിടയിലും ലാൽ അത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ലാലില്ലെങ്കിലും ലാൽ സ്വിച്ച് പോവും, സ്വിച്ച് പോയിട്ട് അവിടെ പറഞ്ഞാൽ അവർ ദൈവം റിയലി ഭാര്യയും ഭർത്താവും അതെ അങ്ങനെ അറ്റാച്ച് ആയിരുന്നു അമ്മയായിട്ട്. ദാറ്റ്സ് എ ഗ്രേറ്റ് ലോസ് ഫോർ ദ ഫാമിലി, ലാൽ എസ്പെഷ്യലി. ഞാൻ തീർച്ചയായിട്ടും അവിടെ പോയിട്ട് പിന്നീട് നിങ്ങൾ ഓക്കെ വിളിക്കുമ്പോൾ നിങ്ങളുണ്ടെങ്കിൽ ഞാൻ പറയാം. ഓക്കെ. ഓക്കെ നന്ദി ശ്രീ മേജർ രവി ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്.